ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 70% മുകളിലാണ് പോളിംഗ് നിരക്ക്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. പോളിംഗ് സമയം 6 മണിയോടെ അവസാനിച്ചെങ്കിലും ക്യൂവിൽ തുടരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും അന്തിമ കണക്കുകൾ പുറത്തുവരിക. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങളും മണ്ഡലത്തിൽ ആരംഭിച്ചു. കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 EVM കൌണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും. 263 പോളിംഗ് ബൂത്തുകളിലായാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഗുജറാത്തിലെ വിസാവദർ, ഖടി മണ്ഡലങ്ങളിൽ 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 54.61% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ 49%, പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലത്തിൽ 70%വുമാണ് പോളിംഗ്. ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസഡർ തിയറി മദവ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ഭാഷയടക്കം പരിശീലിപ്പിച്ച് നഴ്സുമാർക്ക് ഫ്രാൻസിലേക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നത് പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് കമ്പനികളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ ശക്തിപ്പെടുത്തും. വ്യവസായ മന്ത്രി പി രാജീവുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ഗവർണർ വേദി വിടുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി ഗൌരവത്തോടെ കാണുന്നതായി രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഗവർണറെ അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കുകയാണ് ഗവർണർ ചെയ്തതെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. വ്യോമയാന മേഖലയിലെ സുരക്ഷ, യാത്രക്കാർക്ക് ലഭ്യമാകുന്ന സൌകര്യങ്ങൾ, എയർലൈനുകളുടെ പ്രകടനം എന്നിവ കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു അവലോകനം ചെയ്തു. മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. അഹമ്മദാബാദിലെ വിമാന അപകടം സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ 211 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 189 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. കൊട്ടാരക്കരയിലെ പുലമൺ തോടിന്റെ നവീകരണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രദേശം സന്ദർശിച്ച മന്ത്രി ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിന് ഒപ്പം സ്ഥിര സംരക്ഷണം കൂടി ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി. ഊർജ്ജ ഉൽപാദന ശേഷിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന 3ാമത് രാജ്യമായി ഇന്ത്യ. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണിത്. ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത്. പ്രതിരോധ സാമഗ്രികളുടെ സംഭരണം സംബന്ധിച്ച 2020 നടപടിക്രമം അവലോകനം ചെയ്യാൻ ഒരുങ്ങി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. നിലവിലെ നയങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുയോജ്യമായി നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഡയറക്ടർ ജനറൽ അക്വിസിഷൻ അധ്യക്ഷനായി സമിതി രൂപീകരിച്ചു. 2047 രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വരുന്ന 2 ദശകങ്ങളിൽ ഇന്ത്യയെ ശാക്തീകരിക്കുന്നതിന് യുവതലമുറയുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 9ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ ഈ മാസം 21 രാജ്യത്തുടനീളം യോഗ പരിപാടികൾ സംഘടിപ്പിക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കൊച്ചിയിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെയും പങ്കെടുക്കും. വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്ന് പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷം 7ാം ദിവസവും അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാൻ മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശം വിതച്ചു. അതേസമയം ഇറാനിലെ അരാക് ആണവ റിയാക്ടർ ആക്രമിച്ചതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനുള്ള വിദഗ്ധ സമിതികളുടെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അമേക്കസ് ക്യൂരിയായി അഭിഭാഷകൻ S. ആകാശിനെ നിയോഗിച്ച് കേരള ഹൈക്കോടതി. മെഡിക്കൽ അശ്രദ്ധയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സ്വതന്ത്രമായ മെഡിക്കൽ അഭിപ്രായം നൽകുന്നതിനാണ് വിദഗ്ധ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.